പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17-നാണ്. 1879 ഫെബ്രുവരി 17-നാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കണ്ടൻ എന്നായിരുന്നു. കണ്ടൻ എന്നാണ് പൊയ്കയിൽ യോഹന്നാൻ്റെ പിതാവിൻ്റെ പേര്. മാതാവിൻ്റെ പേര് ലച്ചി അല്ലെങ്കിൽ ലേച്ചി എന്നായിരുന്നു. ലച്ചി അല്ലെങ്കിൽ ലേച്ചി എന്നായിരുന്നു മാതാവിൻ്റെ പേര്. ഭാര്യയുടെ പേര് ജാനമ്മ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ജാനമ്മ എന്നായിരുന്നു. മരണം 1939 ജൂൺ 29. പൊയ്കയിൽ യോഹന്നാൻ മരിച്ചത് 1939 ജൂൺ 29-നാണ്. അപ്പോൾ ജനനം 1879 ഫെബ്രുവരി 17. പിതാവിൻ്റെ പേര് കണ്ടൻ, മാതാവ് ലച്ചി അല്ലെങ്കിൽ ലേച്ചി, പത്നി ജാനമ്മ. മരണം 1939 ജൂൺ 29. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. പൊയ്കയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂരാണ്. ഇരവിപേരൂരാണ് പൊയ്കയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879-ലാണ്. ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന ജാതി മേധാവിത്വത്തിനെതിരെ കുമാരഗുരു നടത്തിയ പോരാട്ടങ്ങളെ, അതായത് കുമാരഗുരു, പൊയ്കയിൽ യോഹന്നാൻ എല്ലാം ഒരാൾ തന്നെയാണ്. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാരഗുരു നടത്തിയ പോരാട്ടങ്ങളെ അറിയപ്പെടുന്നത് അടിലഹള എന്നാണ്. അപ്പോൾ ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന ജാതി മേധാവിത്വത്തിനെതിരെ കുമാരഗുരു നടത്തിയ, അതായത് പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ പോരാട്ടങ്ങളെ അറിയപ്പെടുന്നത് അടിലഹള എന്നാണ്. പ്രത്യക്ഷ രക്ഷാസഭ സ്ഥാപിച്ചത് കുമാരഗുരുവാണ്, അഥവാ പൊയ്കയിൽ യോഹന്നാനാണ്. അപ്പോൾ പ്രത്യക്ഷ രക്ഷാസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിതമായത് 1909 ആണ്. 1909 പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിതമായത്. കുമാരഗുരുദേവൻ എന്ന ആത്മീയ അപരനാമമുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. അപ്പോൾ കുമാരഗുരുദേവൻ എന്ന ആത്മീയ അപരനാമമുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ, അതായത് PRDS, അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവല്ലയിലെ ഇരവിപേരൂരാണ്. ഇരവിപേരൂരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ അഥവാ PRDSൻ്റെ ആസ്ഥാനം. ഇത് തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ ഇരവിപേരൂരാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ, അതായത് PRDSൻ്റെ ആസ്ഥാനം. PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ ഉപ ആസ്ഥാനങ്ങളുള്ളത് ഉദിയൻകുളങ്ങരയും അമരക്കുന്നുമാണ്. അപ്പോൾ ഉദിയൻകുളങ്ങര, അമരക്കുന്ന് എന്നീ സ്ഥലങ്ങളിലാണ് PRDSൻ്റെ ഉപ ആസ്ഥാനങ്ങൾ ഉള്ളത്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ അഥവാ PRDSൻ്റെ സജീവ പ്രവർത്തകരാണ് സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മൂപ്പൻ. അപ്പോൾ PRDSൻ്റെ സജീവ പ്രവർത്തകരാണ് ഈ 3 പേര്. ആരൊക്കെയാണ്? സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മൂപ്പൻ. ഈ 3 ആളുകൾ. PRDSൻ്റെ പ്രധാന പ്രസിദ്ധീകരണം ഏതാണ്? ആദ്യാർ ദീപമാണ്. അപ്പോൾ ആദ്യാർ ദീപമാണ് PRDSൻ്റെ അഥവാ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം, ആദ്യാർ ദീപം. ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. അപ്പോൾ ദളിതരായ ആളുകൾക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിന് എതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് കുമാരഗുരു അഥവാ പൊയ്കയിൽ യോഹന്നാൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന നവോത്ഥാന നായകനാണ് കുമാരഗുരു. അപ്പോൾ ദളിതർക്ക് പ്രത്യേകം പള്ളി സ്ഥാപിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന നവോത്ഥാന നായകനും കുമാരഗുരുവാണ്. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാനാണ്. അപ്പോൾ പൊയ്കയിൽ യോഹന്നാനെ പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ചാണ് അധിക്ഷേപിച്ചിരുന്നത്. കേരള നെപ്പോളിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവും പൊയ്കയിൽ അപ്പച്ചനാണ്. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരുദേവൻ ഈ പേരുകളൊക്കെ ഒരാൾ തന്നെയാണ്. അപ്പോൾ കേരള നെപ്പോളിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ അപ്പച്ചനാണ് അഥവാ കുമാരഗുരുദേവൻ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് പൊയ്കയിൽ അപ്പച്ചനാണ്. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചനാണ് സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായിട്ടുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്.
ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ വാദിച്ചത് കുമാരഗുരുദേവനാണ്, അഥവാ പൊയ്കേൽ യോഹന്നാൻ. അപ്പോൾ ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിക്കണമെന്ന് ശ്രീമൂലം പ്രജാസഭയിൽ വാദിച്ചത് കുമാരഗുരുദേവനാണ്. അടിലഹളയിൽപ്പെട്ട സമരങ്ങളാണ് വെള്ളീനടി സമരം, മുണ്ടക്കയം സമരം, കൊഴുക്കുംചിറ സമരം, വാകത്താനം സമരം, മംഗലം സമരം എന്നിവ. അപ്പോൾ അടിലഹളയിൽ ഉൾപ്പെട്ട സമരങ്ങളാണ് വെള്ളീനടി സമരം, മുണ്ടക്കയം സമരം, കൊഴുക്കുംചിറ സമരം, വാകത്താനം സമരം, മംഗലം സമരം. വെള്ളീനടി സമരം, മുണ്ടക്കയം സമരം, കൊഴുക്കുംചിറ സമരം, വാകത്താനം സമരം, മംഗലം സമരം. ക്രിസ്ത്യൻ സമുദായത്തിൽ നിലനിന്നിരുന്ന വിവേചനത്തിൻ്റെ പ്രതിഷേധമായി പൊയ്കേൽ അപ്പച്ചൻ ബൈബിൾ കത്തിച്ചത് എവിടെയാണ്? വാകത്താനത്താണ്. വാകത്താനം 1906 ആദിച്ചൻ എബ്രഹാം എന്ന വ്യക്തിയുടെ ഭവനത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ബൈബിൾ കത്തിച്ചത്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ നിലനിന്നിരുന്ന വിവേചനത്തിൻ്റെ പ്രതിഷേധമായിട്ട് പൊയ്കേൽ അപ്പച്ചൻ ബൈബിൾ കത്തിച്ചത് 1906 വാകത്താനത്തുള്ള ആദിച്ചൻ എബ്രഹാം എന്ന വ്യക്തിയുടെ ഭവനത്തിൽ വെച്ച് നടന്ന യോഗത്തിലാണ്. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് മാരൻകുളം മുതൽ കുളത്തൂർക്കുന്ന് വരെ യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് കുമാരഗുരുവാണ്, അഥവാ പൊയ്കേൽ യോഹന്നാനാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം മുതൽ കുളത്തൂർക്കുന്ന് വരെ യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് കുമാരഗുരുവാണ്. രത്നമണികൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഉപജ്ഞാതാവ് കുമാരഗുരുദേവനാണ്. രത്നമണികൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഉപജ്ഞാതാവ് കുമാരഗുരുദേവനാണ്. പൊയ്കേൽ യോഹന്നാൻ എന്ന ഗ്രന്ഥം രചിച്ചത് എം.ആർ. രേണുകുമാറാണ്. പൊയ്കേൽ യോഹന്നാൻ എന്ന ഗ്രന്ഥം രചിച്ചത് എം.ആർ. രേണുകുമാറാണ്. താങ്ക് യു.